നമസ്കാരം. സാധാരണ വാർത്തകളെ പോലെയല്ല, എല്ലാവരോടും ഒരു സൂചന നൽകുന്നതിന്, ഒരു ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വാർത്ത. ദയവായി ശ്രദ്ധിക്കുക. ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ വായിച്ചു വെറുതെ കളയുന്ന ഒരു വാർത്തയുണ്ട്. ഹണി ട്രാപ്പിൽ പെടുത്തി, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. മലയാളി ട്രാപ്പിൽ പെടാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. ഈ ഹണി ട്രാപ്പ് മുൻപേയുണ്ട്, പക്ഷേ നമ്മുടെ ശ്രദ്ധകളിൽ പലപ്പോഴും പെടാറില്ല. നമ്മൾ കേട്ടുപഴകിയ ഒരു വാക്കാണ് ഡിജിറ്റൽ അറസ്റ്റ്. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംഭവമേ ഇല്ല എന്ന് പോലീസ് പല ഭാഗത്തു നിന്നും പല പ്രാവശ്യവും വ്യക്തമാക്കിയതാണ് മലയാളിയോട്, രാജ്യത്തോട്. എന്നാലും ആ കെണിയിൽ ഒരുപാട് പേർ പെടുന്നതൊക്കെ സമൂഹത്തിലെ വലിയ നിലയിലുള്ളവരാണ്, ജഡ്ജിമാർ വരെ. എന്താണ് ഡിജിറ്റൽ അറസ്റ്റ്? നിങ്ങൾ അയച്ച ഒരു സാധനം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അമിത തുകയെക്കുറിച്ച് അന്വേഷണം വരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് മാറാൻ പാടില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. നമ്മൾ ഇരുന്നു കൊടുക്കുകയാണ്. അവസാനം പറയുന്നു, ഇത്ര രൂപ ഈ അക്കൗണ്ടിലോട്ട് മാറ്റുക, പരിശോധനയ്ക്ക് ശേഷം തിരിച്ചു തരും. നമ്മൾ അയച്ചു കൊടുക്കുന്നു, കാരണം നമ്മുടെ കയ്യിൽ കള്ളപ്പണമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും അയച്ചു കൊടുക്കുന്നു. പല പ്രാവശ്യമാകുന്നു. തട്ടിപ്പ് മനസ്സിലാവുമ്പോൾ നിലവിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുന്നു. എന്ത് കാര്യം? പണം കിട്ടിയവൻ അതോടുകൂടി മുങ്ങുകയാണ്. ഇനി അഥവാ അറസ്റ്റ് ചെയ്താൽ 2-4 വർഷം ജയിലിൽ കിടന്ന് അവൻ പുറത്തിറങ്ങുന്നു. ഈ നഷ്ടപ്പെട്ടയാളിന് പണം തിരിച്ചു കിട്ടുന്നേയില്ല. മുമ്പ് മറ്റൊരു തരം പറ്റിപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ പേരിൽ 2 കോടി രൂപ ഇന്ന രാജ്യത്ത് നിന്ന് ഇതാ വരികയാണ്. കോൾ വരുന്നു, മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ നേരിട്ട് ആളുകളെത്തി ബോധ്യപ്പെടുത്തുന്നു. അതിന് ടാക്സായി ഇത്ര ശതമാനം നിങ്ങൾ അടയ്ക്കണം. ഒരു 2 കോടി രൂപ അല്ലെങ്കിൽ 10 കോടി രൂപ നമ്മുടെ പേരിൽ വരുന്നു എന്ന് വിശ്വസിക്കുന്ന പാവം മലയാളി 3-4 ലക്ഷം രൂപ ടാക്സിന് വേണ്ടി ആദ്യമേ കൊടുക്കാൻ തയ്യാറാകുന്നു. ആ കിട്ടിയ പൈസയും കൊണ്ട് തട്ടിപ്പുകാരൻ മുങ്ങുന്നു. എന്റെ അടുത്ത് പോലും വന്നിട്ടുണ്ട് ഇങ്ങനെ. വായിച്ചിറങ്ങിയതിൽ നിന്ന്, അല്ലെങ്കിൽ അന്ന് കേട്ടിറങ്ങിയതിൽ നിന്ന്, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞ അറിവ് വെച്ച് എന്റെ അടുത്ത് വന്നവരോട്